താങ്കൾ വാർത്തകളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. വാർത്തകളുടെ തിരതല്ലലിൽ പെട്ട് ഉഴറിപ്പോയിട്ട് കഥ കൈവിട്ടുപോയ സന്ദർഭങ്ങളും താങ്കളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഈ PT നാസർ ഉൾപ്പെടെ ഈ താഹമാടായുടെ ഒരു ഫീച്ചർ ഉൾപ്പെടെ ഈ കഥയ്ക്ക് അവലംബമായ പശ്ചാത്തലം ഈ കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കഥ? അബ്രഹാം എന്നുള്ള കഥ ഞാൻ പറഞ്ഞതുപോലെ തന്നെ PT നാസറുടെ ഒരു അനുഭവമാണ്. ശരിക്കും PT നാസറാണ് അതിലെ ഇബ്രാഹിം എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ആ തലയിൽ ആ വഴിയിൽ നിന്നയാൾ. കാരണം ഈ തങ്ങളെ പോയി കാണാനും കാരണം ഒരു ഷിയ അന്വേഷകനാണ് PT നാസർ. അപ്പോൾ ആ നിലയ്ക്ക് പോയി സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം എന്നുള്ള നിലയിലാണ് ഇതെന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിനെ വേറൊരു ലെവലിൽ, അതായത് ഈ ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാം ആയാലും ഒക്കെ അബ്രാഹമിക് ഉത്ഭവത്തിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം എന്ന ഒരു മുസ്ലിം നാമധാരിയും അബ്രഹാം എന്ന ജോൺ അബ്രഹാമും സന്ധിക്കുന്ന ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്. ജോൺ അബ്രഹാം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള വായനകളിലും അദ്ദേഹത്തെ ഒരു ക്രൈസ്റ്റായി കാണാനുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ചേർത്ത് യാതൊരു ഒരു തരത്തിലുള്ള പ്രതീക്ഷയും എനിക്കില്ലാതെയാണ് ഒരുപക്ഷെ ആ കടന്നു വന്നയാൾ ജോൺ അബ്രഹാമായി മാറിയത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ്. അതായത് എൻ്റെ അടുത്ത് നാസർ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു ബൈക്കിലൊരാൾ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, അങ്ങനെ മിസ്റ്റേക്കായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മിസ്റ്റേക്കായിട്ടുള്ള ഒരാൾ ഒരു 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 ജോൺ അബ്രഹാം ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, അദ്ദേഹം മരിക്കാൻ പോകുന്ന ഒരു ദിവസമാണത്. കാരണം വെച്ചാൽ അദ്ദേഹം കോഴിക്കോട് ഒരു മേൽക്കൂരയുടെ മുകളിലുള്ള ഒരു ടെറസിലിരുന്ന് അവിടെ ഇരുന്ന് മദ്യപിക്കാൻ വേണ്ടി പോകുന്നതാണ്. ആ ദിവസവും ഞാൻ അതിൽ സൂചിപ്പിക്കുന്നത് അന്നായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം മരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതും കൂടി ചേർത്ത് വെച്ചപ്പോഴാണ് എനിക്ക് ആ കഥ ആ നിലയ്ക്ക് ഒരു കഥയായി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.